യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സർ, ഇത് തികച്ചും എന്നെ കുരുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കേസാണിത്. ഞാൻ അവളെ സഹായിക്കാനാണ് ശ്രമിച്ചത്. മിസ്റ്റർ അർജുൻ, താങ്കൾ നിയമം അറിയാവുന്നതും സമൂഹത്തിൽ അറിയപ്പെടുന്നതുമായ ഒരാളാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പെൺകുട്ടിയുടെ മൊഴിയും സാഹചര്യ തെളിവുകളുമാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ച വ്യക്തമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ എഫ്ഐആർ റെഡിയാക്കിയിരിക്കുന്നത്. കുമാർ, ആ മൊഴിപ്പകർപ്പ് ഇയാൾക്കെടുത്ത് കൊടുക്കുക. സർ, നിനക്ക് മലയാളം വായിച്ചാൽ മനസ്സിലാവോ? ദാ വായിച്ചു നോക്ക്. ആ പെൺകുട്ടി എന്നിരിക്കുന്ന പരാതിയിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാന്നുള്ളത് പോലീസിന്റെ ഡ്യൂട്ടിപ്പെട്ട കാര്യമാണ്. അതിന് മാന്യമായ രീതിയിൽ ഞങ്ങളോട് സഹകരിക്കണം. നിങ്ങളുടെ പേരിൽ ആരോപിക്കുന്ന ഈ അനിഷേധ്യമായ കുറ്റം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? സർ, ഇത് മുഴുവൻ കള്ളമാണ്. ഇതിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും എന്നെ ചതിയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ച് മനഃപൂർവ്വം ചെയ്തു വെച്ചിരിക്കുന്നതാ. ആ പെൺകുട്ടി മുന്നിൽ നിർത്തി താങ്കൾക്ക് മുന്നേ ഇവിടെ ഇരുന്ന കമ്മീഷണർ ഹേമചന്ദ്രൻ ഒരുക്കിയ കെണിയാണിത്. സർ, അയാൾക്ക് എന്നോടുള്ള ഭാഗ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓ കൊള്ളാം. താൻ ചെയ്യാവുന്ന ചെറ്റത്തരമെല്ലാം ചെയ്തിട്ട് ഇപ്പൊ പോലീസിനായി കുറ്റം. എടോ, അതിന് ഹേമേന്ദ്ര സാർ ഇപ്പൊ ജീവനോടുണ്ടോ എന്ന് പോലും എന്താ ഉറപ്പ്? അദ്ദേഹം മിസ്സിംഗ് ആയിട്ട് മാസങ്ങളായി. സർ, ഈ ഹേമേന്ദ്ര സാർ ഇയാളുമായിട്ട് 2-3 തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരോധാനത്തെ കുറിച്ചുള്ള എൻക്വയറിയിലും ഡിപ്പാർട്ട്മെന്റിന്റെ ആഭ്യന്തര അന്വേഷണത്തിലും ഇയാളുടെയും ഇയാളുടെ കുടുംബത്തിൽപ്പെട്ട ചിലരുടെയും പേരുകൾ വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഡിജിപിയുടെ മുന്നിലാണ്. അദ്ദേഹം മരിച്ചു എന്നതിന് യാതൊരു തെളിവുകളും ഇല്ല. അദ്ദേഹത്തിന് കുറച്ച് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നത് സാധാരണയാണ്. മിസ്റ്റർ അർജുൻ, എനിക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ ചെയ്തികൾ കുറെയൊക്കെ എനിക്കും അറിയാം. പക്ഷെ അതൊന്നും നമ്മുടെ അന്വേഷണ പരിധിയിൽപ്പെട്ട കാര്യമല്ല. ഈ കേസ് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും വളരെയധികം പ്രഷറുണ്ട്. താൻ കുറ്റം സമ്മതിച്ചാൽ ഞങ്ങളുടെ ജോലി എളുപ്പത്തിലാവും. സർ, എന്നെ ഈ കേസിൽ പെടുത്തണമെന്ന് വ്യക്തമായ പ്ലാനിങ്ങോടെ നടത്തിയ ഒരു ഓപ്പറേഷനാണിത്. നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചാൽ യഥാർത്ഥ വിവരം പുറത്തു വരും. പക്ഷേ നിങ്ങൾ അന്വേഷിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഏകദേശം ഉറപ്പായി. നിങ്ങൾ നിയമം അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് അല്ലേ? സ്വാതി എന്ന പെൺകുട്ടിയെ ഞങ്ങളാരുമല്ലോ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഒരു കക്ഷി അഡ്വക്കേറ്റും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ നിങ്ങൾ എന്തിനാ അവരെ കൊണ്ട് പുറത്തു പോയത്? നിങ്ങൾ അവരുമായി പല സ്ഥലങ്ങളിലും കറങ്ങിയിട്ടില്ലേ? അതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഒരു കക്ഷിയും വക്കീലും തമ്മിലുള്ള ബന്ധമല്ല നിങ്ങളും പരാതിക്കാരിയായിട്ട് ഉണ്ടായിരുന്നതെന്ന്. മിസ്റ്റർ അർജുൻ, നിങ്ങൾ ബുദ്ധിമാനായ ഒരു ക്രിമിനൽ വക്കീലാണ്. പക്ഷെ ഈ കേസിൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ തെറ്റുകാരനാണ്. നിങ്ങൾ ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തിയും അളവും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ. ഇത്തരത്തില് ആർക്കെതിരെ ഒരു വ്യാജ പരാതി ഉണ്ടാക്കാൻ കഴിയും? ഒരു പെൺകുട്ടി പരാതി തന്നാൽ ഉടൻ തന്നെ നടപടിയെടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ അതിൽപ്പെടുന്ന വ്യക്തിക്ക് യാതൊരു റൈറ്റ്സും ഇല്ലേ? പരാതി തന്ന ആളിന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ നിങ്ങൾക്ക് ആവശ്യം പബ്ലിസിറ്റി ആണല്ലോ. മാധ്യമങ്ങൾക്ക് എന്നെ പോലുള്ളവർ ആഘോഷിക്കാനുള്ള ഒരു വാർത്ത മാത്രമാണ്. വാർത്തയുടെ സത്യാവസ്ഥ അവർക്ക് ആർക്കും അറിയണമെന്നില്ല. അവർക്കൊരു ദിവസം ആഘോഷിക്കാനായിട്ട് ഒരു സംഭവം വേണം. ഈ ആഘോഷങ്ങൾ കഴിയുമ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന വ്യക്തിയുടെ മാനസിക നില ആരന്വേഷിക്കാൻ? കോടതി കുറ്റവിമുക്തമാക്കിയാൽ പോലും വാർത്ത കൊടുത്തവർ ഒരിക്കലും കുറ്റസമ്മതം നടത്തിയ ചരിത്രവുമില്ല.
ചെയ്യാത്ത കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലീസിന്റെ ഡ്യൂട്ടി ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ കുറ്റം ചെയ്യാത്ത ഒരാളെ സമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുന്നുകൊണ്ട് അയാളുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനഹാനിക്കും അവഹേളനത്തിനും ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിപ്പോ ചെയ്യുന്നത് മാപ്പർഹിക്കാത്ത തെറ്റ. എന്നെ അപമാനിക്കാൻ കരുതി കൂട്ടി ഉണ്ടാക്കിയ തെളിവും പരാതിയുമാണിത്. എന്നെ പോലൊരാൾക്ക് നിങ്ങളുടെ ഈ അവഹേളനത്തിന് കോടതിയിൽ മറുപടി പറയാൻ കഴിയും. പക്ഷേ ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ അവന്റെ മാനസികാവസ്ഥ കൂടി നിങ്ങളൊന്ന് ഓർത്താൽ നല്ലത്. ബാക്കിയൊക്കെ ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം. എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മിസ്റ്റർ അർജുൻ, ഞങ്ങൾക്കാർക്കും നിങ്ങളോട് പ്രത്യേകിച്ച് പകയൊന്നുമില്ല. മുൻപുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് നിങ്ങളോട് പകയും ശത്രുതയും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക. ഈ കേസിൽ നിങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. സെൻസേഷണലായ ഈ കേസിൽ വാർത്താ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച നടക്കുകയാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയാണെന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ തെളിയിക്കും. അജുവേട്ടൻ തിരിച്ചു വരുന്നത് നോക്കി ദാ നമ്മുടെ മോളിവിടെ ഉണ്ട്. അവൾ അജുവേട്ടനെ നോക്കുന്ന മനസ്സ് തളരുമ്പോ അജുവേട്ടൻ ഇവളെ കുറിച്ച് ആലോചിക്കണം. ഇവൾക്ക് വേണ്ടി സന്തോഷായിട്ടിരിക്കണം. അജുവേട്ടൻ പേടിക്കണ്ട. എനിക്കുറപ്പുണ്ട് അജുവേട്ടനെ ഉടനെ പുറത്തു കൊണ്ടുവരും. എന്നെ നോക്ക്, ഞാൻ കരയാതെ ധൈര്യമായിട്ട് പിടിച്ചു നിൽക്കുന്നത് അജുവേട്ടന് വേണ്ടിയാ. മോളെ, ആ അമ്മ, ഞാൻ മോളെ ഒന്ന് കാണാൻ വന്ന. എന്റെ കൃഷ്ണമോളെ കാണുമ്പോ എന്റെ മോനെ കാണുന്നത് പോലൊരു ആശ്വാസം. അതുകൊണ്ടാണ് ഞാൻ. അതിനെന്താ അമ്മ? അമ്മ കരയല്ലേ? ആ ജോത്സ്യം പറഞ്ഞതൊക്കെ എത്ര ശരിയായിട്ടാ മോളെ വരുന്നേ. ഈശ്വര, കുറ്റവാളികൾക്കല്ലേ മോളെ ജയില്. അവനെ പോലൊരു സത്യസന്ധനെ എന്തിനാ ജയിലിലിടുന്നത്? ഈ നാട്ടിലെ നിയമമൊക്കെ എങ്ങനെയാ? അമ്മ ധൈര്യത്തോടെ ഇരിക്കണം. കാര്യങ്ങളൊക്കെ നേരെയാവും. എനിക്ക് ഭ്രാന്ത് വരുമെന്ന് തോന്നുന്നു. എല്ലാരോടും എനിക്ക് ദേഷ്യം തോന്നുക. മോളെ, ഞാൻ നന്ദേട്ടനോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കറിയാം മോൾക്കും ദേഷ്യമായിരിക്കും എന്നോട്, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മോളെ, എന്റെ സമനില തെറ്റി നിൽക്കുന്നോണ്ട് നന്ദേട്ടനോട് എന്തൊക്കെയോ ശകാരിച്ചു പോയി. അമ്മ, മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് അമ്മയെ അറിയാം. അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടല്ല, അജുവേട്ടനോടുള്ള സ്നേഹം കൊണ്ടാ അമ്മ അങ്ങനെ ദേഷ്യം കാണിച്ചെന്നറിയാം. അച്ഛനും അത് മനസ്സിലായിട്ടുണ്ടാവും. ഞാനും ഒരു അമ്മയല്ലേ. അമ്മമാരുടെ മനസ്സ് വ്യക്തമായിട്ടറിയാം. മക്കള് കഴിഞ്ഞേ അമ്മയ്ക്ക് വേറെ ലോകമുള്ളൂ. ദാ എനിക്ക് ഈ മോളായെല്ലാം. നാളെ ഒരു സമയത്ത് ഇവൾക്കൊരു പ്രശ്നം വന്നാ ഞാൻ ദേഷ്യവും സങ്കടവും കൊണ്ട് ബാക്കിയെല്ലാം മറക്കും. ദേഷ്യം കൊണ്ട് പലരെയും വഴക്കു പറയും, ബഹളം വയ്ക്കും. അമ്മയും അതേ അവസ്ഥയിലായിരുന്നു. എനിക്കമ്മയെ മനസ്സിലാവും. മോളെ, എന്റെ മോനെന്ന് തിരിച്ചു വരും.
അജുവേട്ടാ, അജുവേട്ടാ, എന്തൊരു ഉറക്ക ഇത്? ഹേയ്. പൂജ, താനിവിടെ? എടോ, താൻ എങ്ങനെ അകത്ത് കയറി? എന്റെ അജുവേട്ടൻ എവിടെയാണോ അവിടെ എന്റെയും ജീവിതം. എത്ര വട്ടം അത് അജുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, താൻ എങ്ങനെ ഇതിനകത്ത് കയറി? സ്നേഹത്തിന് മുന്നിൽ ജയിലും മതിലും കോട്ടയും ഒക്കെ പ്രതിബന്ധങ്ങളാണോ അജുവേട്ടാ? സ്നേഹിക്കുന്ന മനസ്സിന് വേണ്ടി അതൊക്കെ മാറിത്തരും. എടോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. അജുവേട്ടൻ ഇവിടെ തറയിൽ കിടക്കുമ്പോ ഞാൻ അവിടെ പട്ടുമത്തെ കിടക്കും തോന്നുന്നുണ്ടോ? എനിക്കിവിടെ അജുവേട്ടനൊപ്പം തന്നെ കിടക്കണം.